ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയായിട്ട് നമ്മൾ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവിൽ കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബിരിയാണി മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ടൊന്ന് നല്ലപോലെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ നല്ല രീതിയിൽ ഇറച്ചിയിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് തിരുമ്മി വെച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പൊരിച്ച ചിക്കനും കൊണ്ട് ഒരു അടിപൊളി ബിരിയാണിയായിട്ട് തയ്യാറാക്കുന്നത്. മീഡിയം സൈസ് 4 സവാള, 2 തക്കാളി, 1 പിടി മല്ലിയിലയും ആവശ്യത്തിന് പുതിനയിലയും, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തത്, ഒരു 10-16 വെളുത്തുള്ളി, 3-4 പച്ചമുളക്, എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ കറുകപ്പട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് ഇവിടേക്ക് 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് സവാള ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ മതി. അങ്ങനെ നമ്മുടെ സവാള ഇങ്ങനെ വറന്ന് വരുന്നുണ്ട്. കൃത്യമായിട്ടൊരളവിലാണെന്നുണ്ടെങ്കിൽ സവാള എല്ലാം ഒരേ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ചിക്കനും നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് വറുത്തൊന്നും പോകണ്ട, ചെറിയ രീതിയിൽ ഒന്ന് മുരിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ മസാലയിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം അത് അവിടെ കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരി ഒന്ന് അളന്നെടുക്കാം. ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്, 1 കിലോ ചിക്കനായിട്ട്. ഇത് അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അരിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് വെന്ത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും, ഒരു 4-5 പച്ചമുളകും, ഒരു 10-16 വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചിയും, എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കാം കേട്ടോ. നന്നായിട്ട് 3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം, നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. ഇനി തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്ത് തക്കാളി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ സവാള ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ, അപ്പോഴും ഓർത്തില്ല, ബിരിയാണി സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഓർത്തത്. ഒരു പിടുത്തം സവാള എടുത്ത് മാറ്റി വെക്കണം എന്ന് വിചാരിച്ചു, ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാനത് എടുത്ത് വെക്കാൻ മറന്നുപോയി. ഇതിലേക്ക് ഒരു പിടുത്തം മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുത്തു. ഈ ഒരു മസാലയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് പൊരിച്ച ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബിരിയാണിയിൽ ഉടനീളം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബിരിയാണി മസാലയോ ഇറച്ചി മസാലയോ ചേർത്ത് കൊടുക്കാം. അത് എടുക്കുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഉരുളിയിൽ ഞാൻ 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്ത് 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് റൈസ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മജ്ബൂസ്, ചിക്കൻ മന്തി, മട്ടൻ മന്തി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ ഒന്ന് കണ്ടാൽ മതി. അതാണ് റൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറയാത്ത കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം എടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരമണിക്കൂർ കുതിർത്തിയ കഴുകി വൃത്തിയാക്കിയ അരി ഇട്ട് കൊടുക്കുക. നമ്മൾ ഒട്ടും കുഴഞ്ഞു പോകാത്ത നെയ്ച്ചോറിനെയും തേങ്ങാച്ചോറിൻ്റെയും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് റെഡി ആയപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയുടെ മസാലയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബിരിയാണി പോട്ടിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത ചോറും കൂടെ ചേർത്ത് ഒന്ന് നിരത്തി കൊടുത്തു. അതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടെ ഇട്ട് കൊടുത്തു. ഇപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വറുത്ത് സവാള എടുത്ത് വെച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒന്ന് ഇറച്ചി മസാലയോ അല്ലെങ്കിൽ ബിരിയാണി മസാല ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മസാല ചേർത്ത് കൊടുത്തു. ഇനി റൈസ് ഇട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് ദമ്മിട്ട് കൊടുക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി പൊരിച്ച ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പീസും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.